അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റെസിപ്പി മോമോസാണ്. അതിനായിട്ട് 1 കപ്പ് മൈദാമാവ് എടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിനാവശ്യമായിട്ട് 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ആവശ്യത്തിന് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് പരുവപ്പെടുത്തി എടുക്കാം. അങ്ങനെ ഞാൻ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കാം. എന്നിട്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് സവോള, 6 പീസ് ചിക്കനും ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകും സോയാ സോസും ഉപ്പും കൂടി ആഡ് ചെയ്തൊന്ന് അരച്ചെടുക്കാം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറിയൊരു ബൗൾസ് ആക്കി എടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ചെറിയ ബൗൾസ് ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം. ഇതൊന്നും നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ആദ്യത്തെ ഞാൻ പരത്താൻ തുടങ്ങിയാണ്. അങ്ങനെ ആദ്യത്തെ പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച ഫില്ലിങ്സ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ഷേപ്പായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അങ്ങനെ ഞാൻ ഈ ഒരു ഷേപ്പിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു ചെറിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് അല്പം ചൂടായ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോമോസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊന്ന് ഇട്ട ശേഷം ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കോരി മാറ്റാം. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.